ഒരു പുതിയ ഡാം കെട്ടുക എന്ന് പറയുന്നത് ഇത് വാസ്തവത്തിൽ അത് തീരെ അപ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഭരണകക്ഷികളും പ്രതിപക്ഷ കക്ഷികളും എല്ലാവരും ചേർന്ന് അസംബ്ലിയിൽ ഐകകണ്ഠ്യേന തീരുമാനം പാസ്സാക്കി പുതിയ ഡാം വേണമെന്ന്. പക്ഷേ അവർ സൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്തു. ഇപ്പോഴത്തെ ഡാമിൻ്റെ താഴെ 300-400 മീറ്റർ താഴെ എങ്ങാണ്ടൊരു സ്ഥലം. പക്ഷേ അവിടെ ഒരു പുതിയ ഡാം കെട്ടാൻ വേണ്ടി അതിൻ്റെ എക്സ്കവേഷൻ ഫൗണ്ടേഷന് വേണ്ടി എക്സ്കവേറ്റ് ചെയ്താൽ തന്നെ പഴയ ഡാമിൻ്റെ സ്ഥിതി ആപത്തിലാകും. അത്രയും വലിയൊരു കുഴി അവിടെ കുഴിച്ചു കഴിഞ്ഞാൽ ഈ പുതിയ ഡാമിൻ്റെ വിസിനിറ്റിയിൽ 1 കിലോമീറ്റർ ദൂരെ ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും മണ്ണ് താഴോട്ട് ഇടിഞ്ഞു വീണ് ഇപ്പോഴത്തെ നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാം അപകടത്തിലാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. രണ്ടാമത്, ഈ പുതിയ ഡാമിന് വേണ്ടി ഇപ്പം 2000 കോടിയെങ്കിലും മുടക്കേണ്ടി വരും. ഈ ഒരു മുടക്കുന്നത് നമ്മളായിരിക്കും, തമിഴ്നാടിന് പ്രശ്നമില്ല. പക്ഷേ ഈ അപകടത്തിലാകുന്ന ഒരു ദയനീയമായ സ്ഥിതി അങ്ങനെ വന്നു കഴിഞ്ഞാൽ തമിഴ്നാടിന് വെള്ളം എങ്ങനെ കിട്ടും? അവർക്ക് അങ്ങനെ ഒരു ഭയം ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോഴത്തെ ഡാമിൽ തന്നെ നമുക്ക് അപകടമില്ലാത്ത രീതിയിൽ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് 136 അടിയിൽ തൽക്കാലം നിർത്തി. അതും 136 അടിയിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ ഡാമിൻ്റെ ഫുൾ കപ്പാസിറ്റിയുടെ 3/2 കപ്പാസിറ്റി ഉണ്ട്. അത് വീണ്ടും കുറച്ചുകൂടെ കുറച്ചിട്ട് ഈ ഡാമിനെ ഒരു സ്റ്റോറേജ് ഡാം എന്നുള്ളതിന് പകരം ഒരു റെഗുലേറ്റർ എന്നുള്ള രീതിയിൽ വെള്ളത്തിന് വരുന്ന വെള്ളം മുഴുവൻ ഇപ്പം തന്നെ തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് കൂടുതൽ കൊണ്ടുപോട്ടെ, വരുന്ന വെള്ളം മുഴുവൻ നമുക്കൊരു തുള്ളി പോലും വേണ്ട, മുഴുവൻ തന്നെ അങ്ങോട്ട് എടുത്തോട്ടെ എന്ന് നമ്മൾ പറയുന്നുണ്ടെന്നുള്ളത് തമിഴ്നാട്ടിനെ ബോധ്യപ്പെടുത്തുക. ഇന്നിപ്പോൾ അവർക്ക് ഭയമാണ്, പുതിയ ഡാമെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഭയമാണ്. നമ്മളെക്കാളും നല്ല സാങ്കേതിക വൈദഗ്ധ്യം തമിഴ്നാട്ടിനുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും അവിടെ അവർക്ക് ഭയമുണ്ട്, ഇപ്പം ഉള്ള ഡാം തന്നെ നഷ്ടപ്പെടും, ചുരുക്കത്തിൽ വെള്ളം ഇല്ലാതെ പോകും. അങ്ങനെ ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കാതെയാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, ഭരണകക്ഷിയും പ്രതിപക്ഷവും രണ്ടു കൂട്ടരും ഇങ്ങനെ. വാസ്തവത്തിൽ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് ഒരു മേഘവിസ്ഫോടനം ഉണ്ടാകുകയും അങ്ങനെ വലിയ വെള്ളം കൂടുതൽ വരികയാണെങ്കിൽ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു വീക്ക്നെസ് ഇതാണ്, അതിൻ്റെ സ്പിൽവേ കപ്പാസിറ്റി പോരാ. 1943 3 ലക്ഷം ക്യൂസെക്സ് ആയിരുന്നു അന്നത്തെ ഫ്ലഡിൽ വെള്ളം പൊയ്ക്കൊണ്ടിരുന്നത്. അതുപോലൊരു വെള്ളം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഡിസൈൻ അല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കഴിയുന്നതും വേഗം ഈ 136 തൽക്കാലം സംബന്ധിച്ച് അവരോട് പറഞ്ഞൊരു 115 കുറയ്ക്കുക. 115 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഡാമിൻ്റെ കപ്പാസിറ്റിയുടെ 4/1 കാണുള്ളൂ അകത്ത്. ഡാം പൊട്ടിപ്പോയാൽ പോലും ഒന്നും വലിയ ആപത്തുണ്ടാക്കാൻ തക്ക വോള്യൂം ഓഫ് വാട്ടർ അതിനകത്ത് ഉണ്ടാകില്ല. അപ്പം അങ്ങനെ വേണം നമ്മൾ നീക്കങ്ങൾ നടത്താൻ. കേരളവും തമിഴ്നാടും തമ്മിലുള്ള തെറ്റിദ്ധാരണയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സുരക്ഷ പോലെ തന്നെ പ്രധാനമാണ് അവർക്ക് വെള്ളം കൊടുക്കണമെന്നുള്ള നമ്മുടെ ആകാംക്ഷയും. ഇത് രണ്ടും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അവർ സമ്മതിക്കും. അവർക്ക് വരുന്ന വെള്ളം മുഴുവൻ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞാൽ പിന്നെ അവരെന്തിനാ ഭയപ്പെടണം? അവരുടെ ഈ നമ്മൾ പുതിയ ഡാം എന്നും പറഞ്ഞ് ശബ്ദം ഉയർത്തുമ്പോഴാണ് അവർ ഭയപ്പെടുന്നു. ഉള്ളതും കൂടെ പോകും, ഇവന്മാർ നശിപ്പിക്കും, കാര്യം അറിഞ്ഞുകൂടാതെ. ഇപ്പം തന്നെ സ്പിൽവേ ഡിസൈൻ തന്നെ പോരാ വാസ്തവത്തിൽ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ശരിയായ വിധത്തിൽ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് നമ്മുടെ മുഖ്യമന്ത്രി അനിൽകുമാർ, ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ എല്ലാ വർഷവും എന്നോണം എല്ലാ മൺസൂൺ കാലത്തും ഒരു ക്യാമ്പയിനായിട്ട് പലയിടത്തും കാണാം. ഇൻസ്റ്റഗ്രാമിലാണ് ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ കാണുന്നത്. മാധ്യമങ്ങളോട് പോലും ഏറ്റവും കൂടുതൽ ആളുകളുടെ ചോദ്യം മുല്ലപ്പെരിയാർ ഡിസ്കസ് ചെയ്യുന്നില്ലേ, മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുന്നില്ലേ. പക്ഷേ ഇത്തവണ വയനാട് കൂടി വന്നു. ഒരു 10-12 വർഷം മുമ്പ് ഒരു കാലം നമുക്ക് ഓർമ്മയുണ്ട്, എല്ലാവരും കൂടി ഈ ചപ്പാത്തിൽ പോയി സമരം ചെയ്ത മാധ്യമങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കാലം. അതിനുശേഷം ഒരു പക്ഷേ ഇപ്പോൾ ഈ വയനാടിനെ മുൻനിർത്തിക്കൊണ്ട് വീണ്ടും ആളുകൾ സീരിയസ് ആയിട്ടുള്ള കൺസേൺ പങ്കുവയ്ക്കുകയാണ്. ഗവൺമെൻറ്റിന് അതിനകത്ത് ശരിയാണ് താങ്കൾ പറഞ്ഞ ഒരു സ്റ്റാറ്റസ് ഇപ്പോൾ സുപ്രീം കോടതി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് റീ ഓപ്പണിങ്ങിൻ്റെ ഇടപെടലിൻ്റെ സാധ്യതകൾ അത് അങ്ങനെ ഉണ്ടോ? അല്ല, ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായ കൂമ്പാരമഴ മലയോരത്ത് മാത്രമാണെന്ന് ആരാ പറഞ്ഞത്? നമ്മുടെ ബോംബെ നഗരത്തിൽ ഇപ്പോൾ വെള്ളം പൊങ്ങിയത് എങ്ങനെയാണ്? ഡൽഹി വെള്ളപ്പൊക്കം ഉണ്ടായത് എങ്ങനെയാണ്? കൂമ്പാരമഴ എന്ന് പറയുന്നത് ലോകമെങ്ങോട്ട് പ്രതിഭാസമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് അണക്കെട്ടിൻ്റെ മേലെ വന്നാൽ വല്ലാത്ത അപകടമാണെന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തല്ല, ലോകത്ത് അണക്കെട്ടേ പാടില്ലല്ലോ. അപ്പം നമ്മൾ ഒരു കാര്യം വാദിച്ചു കൊണ്ട് പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് വേറൊരു കാര്യത്തിലേക്ക് നേരെ കൊണ്ട് മുട്ടിക്കാൻ നോക്കിയാൽ ഇനി ഇന്ത്യ രാജ്യത്തല്ല, ലോകത്ത് അണക്കെട്ടേ വേണ്ട എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ?
മഴ വല്ലാണ്ട് വന്നു, കൂമ്പാരമഴ വന്നു, നിശ്ചയിക്കാനപ്പുറം ഒരു പ്രത്യേക പ്രദേശം വന്നു, അത് അണക്കെട്ടിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയിലാണെങ്കിൽ പിന്നെന്താ? അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല ഒരണക്കെട്ടിലും. അവിടെ ഇനി ലോകത്ത് അണക്കെട്ടേ പാടില്ല എന്ന് തീരുമാനം എടുക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ പ്രായോഗികമായ ചില തീരുമാനങ്ങളിലേക്ക് എത്തണം. ആവശ്യത്തിന് സ്പിൽവേ കപ്പാസിറ്റി ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. തമിഴ്നാടിൻ്റെ വാദം അതെ തമിഴ്നാടിൻ്റെ വാദം എന്താണ്? തമിഴ്നാടിൻ്റെ വാദം ഇപ്പോൾ സുപ്രീം കോടതി അനുവദിച്ചിട്ടുള്ള 146 അടിയിൽ നിന്ന് 152 ആക്കണമെന്നാണ് അവരുടെ സ്റ്റാൻഡ്. ഞാൻ മനസ്സിലാക്കുന്ന അവിടുന്ന് മുകളിലേക്ക് പോകണമെന്നാണ് അവരുടെ അവകാശവാദം, ആവശ്യം. അതൊന്നും കേരളം അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ 142 അടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ കഴിഞ്ഞ 2 കൊല്ലത്തിനിടയ്ക്ക് 3 തവണ 142 അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ തമിഴ്നാടിനോട് കൂടുതൽ വെള്ളം കൊണ്ടുപോകണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. എന്നിട്ടും സമയത്ത് അവർ വെള്ളം കൊണ്ടുപോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം മഴ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് വെള്ളത്തിന് ആവശ്യമില്ല. വരൾച്ചക്കാലത്ത് അവിടെ വെള്ളം, മൺസൂൺ കാലത്തല്ല വെള്ളം വേണ്ടത്, അവർ വെള്ളം എടുക്കത്തില്ല. നമ്മുടെ തുലാവർഷം തീർന്ന് ആ തുലാവർഷത്തിൻ്റെ എൻഡാകുമ്പോൾ ഏതാണ്ട് ഒരു നവംബർ 15 ആകുമ്പോഴാണ് 142 അടിയിലേക്ക് അവിടെ ഉയരാറുള്ളത്. അപ്പോൾ എന്താണ് അവർ അത്രത്തോളം അവർ കാത്തിരിക്കുന്നത്? അതിന് ശേഷമുള്ള മാസങ്ങൾക്കാണ് അവരിത് കാത്തിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തമിഴ്നാട് ചിന്തിക്കുമെന്നാണോ വിചാരിക്കുന്നത്? എന്താ യാഥാർത്ഥ്യം? തമിഴ്നാടിൻ്റെ പ്രതിനിധികൾ ഈ ഡാം സുരക്ഷയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ മേൽനോട്ട സമിതിയിലുണ്ട്. കേരളത്തിൻ്റെ പ്രതിനിധിയുണ്ട്, സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ പ്രതിനിധികളുണ്ട്. അവിടെ നാട്ടുവർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വസ്തുതാപരമായി രേഖാപരമായി തെളിയിക്കണം. ഞാൻ ഈ ചർച്ചയിൽ തമിഴ്നാട് വേറെ ഒരു അണക്കെട്ട് പണിതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് അവരുടെ അവകാശവാദം.